ഹായ് എവരി വൺ, വെൽക്കം ടു ഡ്രഗ് മീഡിയ. ഏവർക്കും ഡ്രഗ് മീഡിയയിലോട്ട് സ്വാഗതം. സ്ത്രീകളിൽ അവരുടെ യോനിക്കകത്ത് വരുന്ന എല്ലാവിധ ഫംഗൽ അണുബാധ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഇവ മാറുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിസിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം ഏതാണ് ഈ മെഡിസിൻ എന്നുള്ളത്. ഈ മെഡിസിൻ്റെ ബ്രാൻഡ് നെയിം, അതായത് മാർക്കറ്റിൽ ലഭ്യമാവുന്ന പേരാണ് കാൻഡിഡ് V3 എന്നുള്ളതാണ്. നമ്മുടെ മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടേതാണ് ഈ പ്രൊഡക്റ്റ്. ഇനി ഈ മെഡിസിൻ്റെ ജനറിക് നെയിം, അതായത് കോമ്പോസിഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോട്രിമസോൾ 200 mg USP മീൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമക്കോപ്പിയ എന്നുള്ളതാണ്. ഇത് ഒരു അസോൾ ഗ്രൂപ്പിനകത്ത് വരുന്ന ഒരു മെഡിസിനാണ് ഈ ക്ലോട്രിമസോൾ 200 mg എന്നുള്ളത്. ഇനി മെഡിസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഉപയോഗം, അതായത് ശരിക്കും എന്തിനാണ് ഈ മെഡിസിൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ യോനിക്കകത്തു നിന്നുള്ള ഫംഗസ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പൂപ്പൽ, അതുകൂടാതെ യോനിക്കകത്തു നിന്ന് വരുന്ന സ്മെല്ല്, ഇച്ചിങ്, റാഷ് ഇവയെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിസിൻ ഉപയോഗിക്കുന്നത്. സാധാരണ 12 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഈ മെഡിസിൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൂടാതെ തന്നെ 65 വയസ്സിന് മുകളിലുള്ളവർക്കും ഈ മെഡിസിൻ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഈ മെഡിസിൻ ഉപയോഗിക്കുന്ന വിധം എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഡോസേജ് അല്ലെങ്കിൽ ഡ്യൂറേഷൻ. ഒരു ഡോക്ടർ ഫോർ എക്സാമ്പിൾ ഈ കാൻഡിഡ് V3 എന്നുള്ള ഈ മെഡിസിൻ, ഇതിൻ്റെ V3 എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 ദിവസത്തെ ഡോസേജാണ്. 200 mg ഇന്നും നാളെയും മറ്റന്നാളും, അതുപോലെ 3 ദിവസത്തേക്കുള്ള ഡോസേജാണ്. ഇത് തന്നെ V1 എന്നുള്ള രീതിയിലും അവൈലബിൾ ആണ്, 500 mg സിംഗിൾ ഡോസ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ മുമ്പ് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കൂടാതെ V6 എന്ന രൂപത്തിലും ഈ മെഡിസിൻ അവൈലബിൾ ആണ്. അത് 6 ദിവസത്തെ കോഴ്സാണ്. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചുള്ളത് കാൻഡിഡ് V3 എന്നുള്ളതാണ് 3 ദിവസത്തെ കോഴ്സ്. അപ്പോൾ ദിവസവും ഓരോ ടാബ്ലറ്റ് യോനിക്കകത്ത് ഇൻസർട്ട് ചെയ്യണം. അത് എങ്ങനെയാണെന്നുള്ളത് പറയാം. അതായത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഈ ടാബ്ലറ്റ് എടുത്തതിന് ശേഷം യോനിയുടെ പുറം ഭാഗവും അകവും നന്നായി കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം അത് ഡ്രൈ ആകാൻ വേണ്ടി ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഡ്രൈ ആക്കുക. അതിനുശേഷം ഈ കാൻഡിഡ് V3 ടാബ്ലറ്റ് വേണമെങ്കിൽ നമുക്ക് ലുക്വാം വാട്ടർ, അതായത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കാം. അത് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസ് ആവാൻ വേണ്ടി മാത്രമാണ്. ഇനി അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. നോർമലായിട്ട് തന്നെ നമുക്ക് ഈ കാൻഡിഡ് V3 എന്ന ടാബ്ലറ്റ് എടുത്ത് യോനിക്കകത്ത് വെക്കാവുന്നതാണ്. അത് എങ്ങനെ വെക്കാമെന്നുള്ളത് പറയാം. ഇവിടെ പുറം ഭാഗം ബെഡിലോ അല്ലെങ്കിൽ നിലത്തോ തട്ടുന്ന ഒരു രീതിയിൽ കടക്കുക. അതിനുശേഷം 2 കാൽമുട്ടുകൾ ഉയർത്തിപ്പിടിക്കുക. അതിനുശേഷം ഈ ബോക്സിനകത്ത്, അതായത് കാൻഡിഡ് V3 ടാബ്ലറ്റ് ബോക്സിനകത്ത് ഒരു അപ്ലിക്കേറ്റർ അവൈലബിൾ ആണ്. അതിനകത്ത് കാൻഡിഡ് V3 എന്ന ടാബ്ലറ്റ് ഇൻസർട്ട് ചെയ്ത് ഡീപ്പായിട്ട് യോനിക്കകത്തോട്ട് ഇൻസർട്ട് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അതിനുശേഷം നമുക്ക് ഈ അപ്ലിക്കേറ്റർ യോനിക്കകത്ത് നിന്നും റിമൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് യോനിക്കകത്ത്, അല്ലെങ്കിൽ കാൻഡിഡ് V3 എങ്ങനെയാണ് യോനിക്കകത്ത് പ്രവർത്തിക്കുന്നത്, വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇൻസർട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അപ്ലിക്കേറ്റർ റിമൂവ് ചെയ്യും. അതായത് ഇൻസർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഉപകരണം പുറത്തോട്ട് എടുത്തതിന് ശേഷം ടാബ്ലറ്റ് യോനിക്കകത്ത് മെൽറ്റ് ആവുകയും അല്ലെങ്കിൽ ലയിച്ചു പോവുകയും, അതിനുശേഷം യോനിക്കകത്തുള്ള ഫംഗസിൻ്റെ സെൽ മെംബ്രെയിനുമായിട്ട് ഫൈറ്റ് ചെയ്ത്, അല്ലെങ്കിൽ സെൽ മെംബ്രെയിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇതുവഴിയാണ് യോനിക്കകത്തുള്ള ഫംഗസ് ഇൻഫെക്ഷൻസ് ഇല്ലാതാവുന്നത്. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇല്ലെങ്കിൽ ഒരു വാർണിംഗ് ആയിട്ട് പറയുന്നത്, ഡോണ്ട് ടേക്ക് വിത്ത് ആൽക്കഹോൾ, അതായത് മദ്യപാനത്തിൻ്റെ കൂടെ ഇതെടുക്കാൻ പാടില്ല. കൂടാതെ ചില മെഡിസിനുകളുണ്ട്, അതായത് സൈക്കോട്രോപ്പിക്കോ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപസ്മാരകത്തിനോ, ഇല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ വേണ്ടി കഴിക്കുന്ന മെഡിസിനോ, അല്ലെങ്കിൽ ടെൻഷന് വേണ്ടി കഴിക്കുന്ന മെഡിസിനോ, ഇങ്ങനെ കഴിക്കുന്ന മെഡിസിൻ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഈ ക്ലോട്രിമസോൾ അല്ലെങ്കിൽ കാൻഡിഡ് V3 യോനിക്കകത്ത് വെക്കുന്ന ഈ ടാബ്ലറ്റ് ഒരിക്കലും എടുക്കാൻ പാടുള്ളതല്ല. ഇനി ഇത് ഫുഡിൻ്റെ കൂടെ കഴിക്കുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല. നമ്മൾ ഫുഡ്, ഇപ്പോൾ എക്സാമ്പിൾ ഏത് തരത്തിലുള്ള ഫുഡും കഴിക്കാം. ആ സമയത്ത് നമുക്കിത് യോനിക്കകത്ത് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുഡ് ഡ്രഗ് ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ ഫുഡും മെഡിസിനുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് യാതൊരു കുഴപ്പവും ഉണ്ടാകുന്നതല്ല. കൂടാതെ ഒരു ഗർഭാവസ്ഥയിലുള്ള ഒരു സ്ത്രീക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. എങ്കിൽ പോലും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ നിർദ്ദേശം പാലിക്കുന്നത് വളരെ നല്ലതാവും. പിന്നെ ലാക്ടേഷൻ, അതായത് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് സേഫ്റ്റിയാണ്, ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. ചെറിയൊരു മൈൽഡായിട്ടുള്ള ഒരു ഭാഗം, ചെറുതായിട്ടുള്ളൊരു ഭാഗം മിൽക്ക് വഴി പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും അത് അത്രത്തോളം ടോക്സിസിറ്റി ഉള്ളതല്ല കുട്ടികൾക്ക്. സോ അതിൽ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇനി ഇതിൻ്റെ സൈഡ് എഫക്റ്റ്,
മെയിനായിട്ട് എടുത്ത് പറയേണ്ട ദോഷഫലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോനിക്കകത്ത് ഒരു ബേണിംഗ് സെൻസേഷൻ, ഒരു പൊള്ളുന്നത് പോലെ തോന്നും, ഒരു പക്ഷേ ഒരു ഇറിറ്റേഷൻ, ഒരു ചൊറിച്ചിലും തോന്നാൻ ചാൻസ് വരാൻ കാരണമാവാറുണ്ട്. ഇനി ഇതിൻ്റെ ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞു, കാൻഡിഡ് V1 എന്നുള്ളത് ഒരു ദിവസത്തെ ടാബ്ലറ്റാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി മുമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ വീഡിയോയിൽ പറയുന്നത് കാൻഡിഡ് V3 എന്നുള്ളതാണ്. അത് 3 ദിവസത്തെ കോഴ്സാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഡോക്ടർ രാത്രി വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ദിവസം തുടർച്ചയായിട്ട് രാത്രി വെക്കുക. ഒരു ബോക്സിനകത്ത് 3 ടാബ്ലറ്റാണ് അവൈലബിൾ ആവുക. അപ്പോൾ ഇത് ഈ വീഡിയോയിൽ പറഞ്ഞത് കാൻഡിഡ് V3 എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ 3 ദിവസത്തെ കോഴ്സാണ് ഈ വീഡിയോ കൊണ്ട് അല്ലെങ്കിൽ ടാബ്ലറ്റിനെ കൊണ്ട് വെക്കേണ്ടത്, ദിവസം രാത്രി എന്ന രീതിയിൽ. ഇനി ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട അല്ലെങ്കിൽ സ്റ്റോറേജ്, ഇത് ഏത് ഭാഗത്താണ്, എങ്ങനെയാണ് കീപ്പ് ചെയ്യുക, അതായത് തണുത്ത ഭാഗം, ഐ മീൻ ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട, മറ്റു ഏത് ഭാഗത്താണോ ഡ്രൈ ആയിട്ട് കൂളായിട്ടുള്ള ഭാഗം അവിടെ കീപ്പ് ചെയ്യാം. കുട്ടികൾക്ക് കിട്ടാത്ത ഭാഗത്ത് വെക്കുക. ഒരു 30 ഡിഗ്രി താഴെ സെൽഷ്യസിൽ വെക്കുക. ഇനി ഇത് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ് നെയിം ക്ലോമാക്സ് V3, കാനിസ്റ്റാൻ V3, അതുകൂടാതെ തന്നെ കാൻഡിഡ് V3 എന്നീ 3 ബ്രാൻഡ് നെയിമിൽ ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. മറ്റു അബ്രോഡായിട്ടുള്ള ഇന്ത്യക്ക് പുറത്തും മറ്റു രാജ്യങ്ങളും ഇതേ പേരുകളെല്ലാം അവൈലബിൾ ആണ്. കാൻഡിഡ് V3 അതുപോലെ കാനിസ്റ്റാൻ V3 എന്ന പേരിലും അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കാം. എമൗണ്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ ഒരു ബോക്സിന്, അതായത് 3 ടാബ്ലറ്റിന് വരുന്നത് 40 രൂപ മുതൽ 60 രൂപ വരെയും, USA മാർക്കറ്റിൽ, അതായത് US ബേസ്ഡ് ഡോളറിലാണെങ്കിൽ ജസ്റ്റ് $0.5 മുതൽ $3 വരെയും പെർ ടാബ്ലറ്റ്, ഒരു ടാബ്ലറ്റിന് വരുന്ന എമൗണ്ടാണിത്. UAE മാർക്കറ്റിലാണെങ്കിൽ 6 ദിർഹം മുതൽ 10 ദിർഹം വരെയും, സൗദി റിയാലിലാണെങ്കിൽ 5 റിയാൽ മുതൽ 7 റിയാൽ വരെയുമാണ് ഇതിൻ്റെ റേറ്റ്. സോ ഇത് ഈ കാൻഡിഡ് V3 എന്ന യോനിക്കകത്ത് വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സ്മെല്ല്, പൂപ്പൽ, ഇത് മാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാബ്ലറ്റിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ മാത്രമാണിത്. തീർത്തും ഒരു ഡോക്ടറുടെ നിർദ്ദേശം പാലിച്ചു വേണം ഇത് ഉപയോഗിക്കാൻ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു.